ഹലോ അസ്സലാമലൈക്കും ഗൈസ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലയട. അതിനാദ്യം വാഴയില മുറിച്ച് വാഴയില കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ വാഴയില ഇനി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അത് ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 നേന്ത്രപ്പഴം എടുക്കുക. തൊലിയൊക്കെ കഴിഞ്ഞ് 4ആയിട്ട് കൊത്തി എരിഞ്ഞ് തൊലി കളഞ്ഞ് 4ആയിട്ട് കൊത്തി എരിഞ്ഞ് എടുത്തതിന് ശേഷം നമുക്കിതിന് നെയ്യിൽ വറുക്കാം, വെളിച്ചെണ്ണയിലും വറുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചു വീട്ടി കൊടുക്കുക. അത് നല്ല കുറുകി വരുമ്പോഴത്തേക്കും ഈ ശർക്കരയിൽ കിടന്ന് അത് നല്ല വാട്ടുണ്ട് കുറുകി വരണം. കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറേശ്ശെ അരിമാവ് ഇട്ട് കൊടുക്കാം. അരിമാവ് ഇട്ട് കൊടുത്ത് നമ്മൾ ഉറട്ടിക്കൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു പരുവമാക്കി എടുക്കുക. ഉറട്ടിക്ക്, ഇലയപ്പം അങ്ങനെയുള്ളതിനൊക്കെ കിണ്ടുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് കിണ്ടുമ്പോഴത്തേക്കും നമുക്ക് അധികം ആ ഒരു ബുദ്ധിമുട്ട് തോന്നൂല. ഒരുമിച്ചിട്ടാണ് കിണ്ടുന്നതെങ്കിൽ അതൊരു മാവ് എല്ലായിടത്തും എത്താതെ ചില സ്ഥലത്ത് കട്ട പിടിച്ചിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. സിമ്മിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ, തീ ഓഫ് ചെയ്യരുത്. ഇങ്ങനെ കുറേശ്ശെ മാവിട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നല്ല കുറുകി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സുകൾ, ഫ്രൂട്ട്സുകൾ, ഡ്രൈ ഫ്രൂട്ട്സുകൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ പാവപ്പെട്ടവന്റെ കാഷ്യൂനട്ട് എന്നറിയപ്പെടുന്ന കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചപ്പം. കപ്പലണ്ടി വറുത്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഉണക്കമുന്തിരി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ കാണാം, ഭയങ്കര എളുപ്പമാണെന്ന് കരുതിയിട്ടുണ്ട്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്ത് നോക്കണം. ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടേ ഭയങ്കര പാടാണ്, മെനക്കെട്ട പണിയാ. ഞാൻ മുന്തിരി വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മാവ് ഇലയിൽ വെച്ച് പരത്തേണ്ട പരുവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കുക. നമ്മുടെ കൈ അതിൽ നനച്ചതിന് ശേഷം ഇലയിൽ വെച്ച് പരത്തുക. വെള്ളത്തിൽ മുക്കുന്നതിന് 2 കാര്യമുണ്ട്. 1 മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും, 2 നമ്മുടെ കയ്യിലോട്ട് ആ ഭയങ്കര ചൂട് അറിയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ വേവിച്ചെടുത്ത മാവല്ലേ, അപ്പോഴത് പെട്ടെന്ന് തണുക്കത്തില്ല. അപ്പോഴത്തേക്ക് ഇങ്ങനെ വെള്ളം വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചൂടധികം അറിയത്തുമില്ല, മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല. ഇങ്ങനെ കുറുക്കിയെടുക്കാം. ചിലരിതിൽ കറുത്ത എള്ളൊക്കെ വറുത്ത് ചേർക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിൽ എള്ളില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര സാധനങ്ങൾ വെച്ച് ചെയ്തെടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ഫ്രൂട്ടുകൾ വെച്ചും ഇങ്ങനെ ചെയ്യാൻ പറ്റും. പൈനാപ്പിൾ വെച്ച് ചെയ്യാൻ പറ്റും. സാധാരണ ചക്ക വെച്ച് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. പിന്നെ തിരുവി വെച്ചിരുന്ന തേങ്ങ കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഇലയിലോട്ട് മാവ് ഇങ്ങനെ വെച്ച് ആ ഇല 4ആയിട്ട് മടക്കിയെടുത്ത് ഇഡ്ഡലിക്കുട്ടത്തിൽ വെള്ളം വെച്ച് ആവിയേറ്റാൻ വേണ്ടി വെക്കുക. ഞാൻ ഇതിപ്പോ 2 സ്റ്റെപ്പായിട്ടാണ് വെക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നല്ലോണം ആവിയേറിയിരുന്ന് വേവും. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. അതെടുത്തിട്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതെടുത്തിട്ട് അടുത്ത 2ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട്.
അപ്പോഴേ ഇതേനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. വെന്തതിൽ നിന്നും ഞാൻ ചൂടോടെ തന്നെ ഒരു ഇലതയെ തുറന്നിട്ടുണ്ട്. പക്ഷെ ഇത് തണുത്തതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ്. അപ്പോഴിത് മാഷാ അല്ലാ, ഇത് കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയാ.